എല്ലാത്തിനും കാരണം അവളായിരുന്നില്ലേ? ദേവ ബിൽഡേഴ്സ് നിന്റെ സ്ഥാപനമാ. അതിന്റെ ചുമതലയും നിനക്ക് തന്നെയാ. സത്യം പറഞ്ഞ കമ്പനി കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എനിക്കിനി അതൊന്നും വേണ്ട. എല്ലാം നീ തന്നെ നോക്കിയാൽ മതി. അങ്ങനെ മതി. ഹലോ, ബീനയച്ച. എന്താ മോളെ? മനസ്സിന് ഒരു സമാധാനമില്ല. സൂരജിനെ കൊണ്ടുപോയ ആൾക്കാരുടെ വിവരം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവരിതുവരെ എന്റെ അടുത്ത് വന്നിട്ടില്ല. ഇനി അവര് വരുമ്പോ സൂരജിനെ ഒന്ന് കാണണമെന്ന് അച്ഛൻ ആവശ്യപ്പെടണം. പണം കൊടുക്കും മുമ്പ് സൂരജ് അവരുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കാനാണെന്ന് പറഞ്ഞാ മതി. ഞാൻ സംസാരിച്ചു നോക്കാം. സൂരജിനെ അവർ ഉപദ്രവിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. അവസാനം നമ്മൾ പറ്റിക്കപ്പെടരുത്. ഇതിപ്പോ നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷയാ. മോള് ടെൻഷൻ ആവാതിരിക്കേ. ആദ്യം നമുക്ക് എങ്ങനെയെങ്കിലും സൂരജിനെ രക്ഷിക്കാൻ ശ്രമിക്കാം. ബാക്കിയൊക്കെ പിന്നെയുള്ള കാര്യമാ. സൂരജിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സൂരജിനെ കിട്ടിയല്ലേ പറ്റൂ. അതെ, എത്രയും പെട്ടെന്ന് അച്ഛൻ അവരെ കാണാൻ ശ്രമിക്കണം. ശരി മോളെ. അവരെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി നിൽക്കണം. അപ്പൊ അവരവിടെ വരും. ആയിക്കോട്ടെ, അവരെ കണ്ട ശേഷം ഞാൻ മോളെ വിളിച്ചോളാം. ശരി. നിങ്ങളായിരുന്നോ? നിങ്ങളെ വിളിക്കാനോ വിവരങ്ങൾ അറിയാനോ ഒരു വഴിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങളെ കണ്ടില്ല എന്നൊരു വിഷമം ചേട്ടന് വേണ്ട. ഞങ്ങൾ പറഞ്ഞ ജോലി കൃത്യമായി ചെയ്യുക എന്നതാണ് ചേട്ടന്റെ ജോലി. അതൊക്കെ റെഡിയായത് നിങ്ങളെ അറിയിക്കാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ. നിങ്ങൾ പറഞ്ഞ പണം റെഡിയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ തിരിച്ചു തരണം. പണം റെഡിയാണെങ്കിൽ അത് തന്നോളൂ. സൂരജിനെ ഞങ്ങൾ വിട്ടുതരുമെന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾക്ക് ആദ്യം സൂരജിനെ ഒന്ന് കാണണം. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതേ ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. പണത്തിനേക്കാൾ ഒരുപാട് മേലെയാണ് ഞങ്ങൾക്ക് സൂരജ് മോൻ. പൊക്കിലൊതുങ്ങില്ലെന്ന് അറിഞ്ഞിട്ടും വല്ലവരുടെയും കൈയും കാലും പിടിച്ച് പണം ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നത് അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാ. അപ്പൊ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പെങ്കിലും തരാനുള്ള മാനുഷിക പരിഗണന നിങ്ങൾ കാണിക്കണം. ശരി, ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ചേട്ടൻ പണമൊക്കെ റെഡിയാക്കിയതല്ലേ? ഇനി ഒരു ഉറപ്പില്ലാത്തതിന്റെ പേരിൽ സംസാരം പ്രശ്നവും വേണ്ട. ഞങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് പണവുമായി വരണം. സൂരജിനെ കണ്ട ശേഷം പണം ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി. അതിന് സമ്മതമാണല്ലോ? സമ്മതമാണ്. പിന്നെ അങ്ങനെ ആവട്ടെ. പണവുമായി എത്തേണ്ട സ്ഥലം ഞാൻ അറിയിച്ചോളാം. ശരി. ഓക്കെ, അപ്പൊ കാണാം. ജീവിതം എപ്പോഴും ആർക്കും ഒരുപോലൊന്നും ആയിരിക്കില്ല. അത് മാറിയും തിരിഞ്ഞും ഒക്കെ വരും. എന്റെ സമയം കുറച്ച് മോശമായപ്പോ എന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. അതൊക്കെ അങ്ങ് മാറും. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നേ. ശരി, ആയിക്കോട്ടെ. ഞാൻ നാളെ വന്ന് കണ്ടോളാം. വെറുതെ എന്നെ പോസ്റ്റ് ആക്കരുത്. പണം തരുമെങ്കിലേ വരാൻ പറയാവൂ. ഓക്കെ, ശരി. മീര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല, ഞാൻ അമ്പലത്തിൽ പോയതാ. മീര ഇങ്ങനെ അമ്പലത്തിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ച് നടന്നുകൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ മീരയെ വന്ന് കാണാനോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ എനിക്ക് സമയം കിട്ടിയില്ല. അയ്യോ, അതൊന്നും സാരമില്ല. അല്ലെങ്കിൽ തന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ.
മീര ഇപ്പോഴും എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുന്ദരമൊന്നുമല്ല. ആളുകൾക്ക് മറ്റുള്ളവരെ എപ്പോഴും ചൂഷണം ചെയ്യാനാണ് താല്പര്യം. ചിലപ്പോൾ അത് സാമ്പത്തികപരമായിരിക്കും, അല്ലാത്തപ്പോൾ ബുദ്ധിപരമോ ശാരീരികമോ ആയിരിക്കും. എങ്ങനെയായാലും അവർക്ക് നമ്മളെ കൊണ്ട് എന്തു പ്രയോജനമാണ് ഉള്ളതെന്ന് മാത്രമേ അവർ ചിന്തിക്കൂ. വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കാനും ആട്ടിപ്പായിക്കാനും ആരും ഒരു മടിയും കാണിക്കത്തുമില്ല. അങ്ങനെ ആര് ചെയ്താലും ആരെയും വെറുതെ വിടരുത്. നമ്മൾ പ്രതികരിക്കണം. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല, ഞാൻ പ്രതികരിക്കാനുമില്ല. അങ്ങനെയല്ല മീര. ആദർശ് നിന്നോട് ചെയ്തത് വലിയ തെറ്റാ. മീര ഇല്ലായിരുന്നെങ്കിൽ ആ കമ്പനിയും അവിടെ ഉള്ളവരുമെല്ലാം പിച്ചച്ചട്ടി എടുത്തേനെ. അങ്ങനെ തകർന്ന് തരിപ്പണമാകേണ്ട അവസ്ഥയിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ചത് മീര ഒരാളാ. എന്നിട്ട് അവനിപ്പോ മീരയോട് ചെയ്തതെന്താ? ഒരു തെറ്റും ചെയ്യാത്ത മീരയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ? മീരയ്ക്ക് നഷ്ടങ്ങളല്ലാതെ ഈ ബന്ധം കൊണ്ട് എന്ത് നേടാൻ സാധിച്ചു? എന്തൊക്കെയായാലും മീരയ്ക്ക് ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കണ്ടേ? മീര ചെറുപ്പമല്ലേ? മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാലും മറ്റുള്ളവർ മീരയെ ഒരു രണ്ടാം കെട്ടുകാരിയല്ലേ പരിഗണിക്കൂ. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. മീരയ്ക്ക് കരിയർ നഷ്ടപ്പെട്ടു, പേഴ്സണൽ ലൈഫ് നഷ്ടപ്പെട്ടു, സമൂഹത്തിന്റെ മുന്നിൽ ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണായി. അങ്ങനെ എണ്ണിയാൽ തീരാത്ത നഷ്ടങ്ങൾ മീരയ്ക്കുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാതെ ആദർശിനെ വെറുതെ വിട്ടാൽ അവന് ഒരു കുഴപ്പമില്ലാതെ ജീവിതം തുടരും. ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ പറ്റാതെ മീരയുടെ ജീവിതം തകർന്നടിയും. അതുകൊണ്ട് മീര എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദർശിനെതിരെ മീര കേസ് കൊടുക്കണം. എന്തിന്? കമ്പനിയുടെ പകുതി അവകാശം മീരയ്ക്ക് കിട്ടാൻ അർഹതയുണ്ട്. മീര ബിൽഡേഴ്സ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലുള്ള കമ്പനിയാ. മീരയെ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിടാനൊന്നും ആദർശിന് പറ്റില്ല. ഇവിടെ കോടതി നിയമമൊക്കെ ഉള്ളതല്ലേ? എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ജീവിതം എനിക്ക് ഓർമ്മ വെച്ച കാലത്തെ ഞാൻ ഭഗവാനെ സമർപ്പിച്ചതാ. എനിക്ക് വേണ്ടത് എന്താന്ന് ഭഗവാൻ അറിയാം. അത് ഭഗവാൻ എനിക്ക് തന്നോളൂ. വെറുതെ മണ്ടത്തരം പറയാതെ മീര. ഇത്രയും നാളുകൊണ്ട് മീരയുടെ ഭഗവാൻ എന്താ മീരയ്ക്ക് തന്നത്? ഇപ്പൊ ഈ അവസ്ഥയ്ക്ക് മീരയ്ക്കുണ്ടായത് ഭഗവാന്റെ അനുഗ്രഹമാണോ? അങ്ങനെയാണെങ്കിൽ ഇത്തരം അവസ്ഥ കൊണ്ട് മീരയ്ക്ക് എന്താ പ്രയോജനം? ഓരോന്നും സംഭവിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ അറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിയില്ല. ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഇതൊക്കെ ആരോ മീരയുടെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചുറപ്പിച്ച മണ്ടത്തരങ്ങളാ. മനുഷ്യന് ബുദ്ധിയും വിവേകവും തന്നിരിക്കുന്നത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമാണ്. അതെ, പക്ഷെ അതൊന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സ്വന്തം ലാഭം നോക്കാനും വേണ്ടി മാത്രമാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്കിളുടെ കഷ്ടപ്പാടും രീതികളും അല്ല എൻ്റേത്. എൻ്റെ രീതികൾ എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് എനിക്ക് ആരോടും ദേഷ്യമില്ല. ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാനുമില്ല. ജീവിതത്തിൽ പല ലാഭങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് മനുഷ്യർ അറിഞ്ഞുകൊണ്ട് പല തെറ്റുകളും ചെയ്യും. എന്നിട്ടത് ന്യായീകരിക്കാൻ പല കാരണങ്ങളും സ്വന്തമായിട്ടുണ്ടാക്കും. അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കും. പക്ഷെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാനോ ഈശ്വരനെ വഞ്ചിക്കാനോ ആർക്കും സാധിക്കില്ല അങ്കിൾ. അങ്കിൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. സ്വന്തം പ്രവൃത്തികൾ ശ്രദ്ധിച്ച് ചെയ്യുക. എന്റെ പ്രായത്തിൽ 2 മക്കള് അങ്കിളിനും ഉണ്ട്. അവർക്ക് വേണ്ടി അങ്കിളിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആദർശനോട് എനിക്കൊരു മത്സരവുമില്ല, ഒരു ദേഷ്യവുമില്ല. ആദർശനിൽ നിന്നും എനിക്കൊന്നും പിടിച്ചു വാങ്ങുകയും വേണ്ട. അങ്കിൾ ദയവ് ചെയ്ത് ഇത്തരം ഉപദേശങ്ങൾ പറഞ്ഞ് സമയം കളയരുത്. ഞാൻ പൊയ്ക്കോട്ടെ. അല്ല, മീരയ്ക്ക് ഇപ്പോഴും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. അങ്കിളിന് അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, മീര പൊയ്ക്കോ. പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം മീരയുടെ നന്മയ്ക്കായിരുന്നു എന്നും അതാണ് ശരിയെന്നും എന്നെങ്കിലും ബോധ്യപ്പെടും.
അന്ന് എന്നെ തേടി വന്നാൽ ഞാൻ മീരയ്ക്കൊപ്പം ഉണ്ടാവും. ഇപ്പൊ പൊയ്ക്കോ. മനോജേട്ടാ, എന്തെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുന്നത്? വെറുതെ ഓരോന്നിങ്ങനെ. ഹരിക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാശ് റെഡിയാക്കി കൊടുക്കണ്ടേ? അതിനുവേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അതിനി വേണ്ട. അതെന്താ വേണ്ടത്തെ? സൂരജിനെ രക്ഷിക്കാൻ അവർ ആവശ്യപ്പെട്ട 1 കോടി രൂപ ആദർശ് നൽകാന്ന് പറഞ്ഞു. ആണോ? അത് നന്നായി. 1 കോടി എന്നൊക്കെ പറയുന്നത് ആദർശിനൊരു ചെറിയ തുകയായിരിക്കും. പക്ഷെ നമുക്കൊക്കെ അത് എത്രയോ നാൾ കഷ്ടപ്പെട്ടാൽ മാത്രം സമ്പാദിക്കാൻ പറ്റുന്ന തുകയാ. അതെ, എന്തൊക്കെയാണെങ്കിലും ആദർശൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ തോന്നിയല്ലോ, അത് വലിയ കാര്യം. അതൊരു ഉപകാരം മാത്രമല്ലല്ലോ, ആദർശിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ. ആദർശിന്റെ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയതല്ലേ സൂരജിനെ. അപ്പോ സൂരജിനെ തിരിച്ചെത്തിക്കേണ്ട ബാധ്യത ആദർശിനുള്ളതല്ലേ. ഇതിപ്പോ സൂരജ് മീരയുടെ സഹോദര സ്ഥാനത്തുള്ള ആളായതുകൊണ്ട് ആരും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അല്ലായിരുന്നെങ്കിലോ എന്തൊക്കെ ആരോപണങ്ങൾ ആദർശിന്റെ പേരിൽ വന്നേനെ. മാധ്യമങ്ങൾ എന്തൊക്കെ കഥകളുണ്ടാക്കി പറഞ്ഞേനെ. സൂരജിനെ കാണാതായതിന് മാധ്യമങ്ങൾ എന്ത് കഥയുണ്ടാക്കാനാ? എപ്പോഴൊക്കെയോ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലം സൂരജിന് അനുഭവിക്കേണ്ടി വന്നു. സൂരജ് മാത്രമല്ല, നമ്മുടെ മോളും നമ്മളും പിന്നെ ഹരിയും ബീനയും എല്ലാവരും അനുഭവിക്കേണ്ടി വന്നു. അതൊന്നും ഇനിയും പറയാതിരിക്കുന്നതാ നല്ലത്. മനോജേട്ടാ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ. പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ആദർശ് പണക്കാരനായ ഒരു മുതലാളി മാത്രം. പൊതുവെ നാട്ടുകാർക്ക് പണമുള്ളവരോട് ഒരു ദേഷ്യവും കുശുമ്പും ഒക്കെ ഉണ്ടാവും. അത്തരക്കാരുടെ പതനം ആഘോഷിക്കാൻ എല്ലാവർക്കും താല്പര്യവുമാണ്. അതുകൊണ്ട് ആദർശന്റെ കമ്പനിയിൽ നിന്നും ഒരാളെ കാണാതായാൽ പണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആ പെണ്ണിന്റെ കൊലപാതകവുമായിട്ട് ആളുകൾ കൂട്ടി വായിക്കും. കമ്പനിയിലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇല്ലാതാക്കുന്ന ആളാ ആദർശ് എന്നിവരെ അവർ പറഞ്ഞുണ്ടാക്കും. ഒരു മനുഷ്യരെ കുറിച്ചും അങ്ങനെ എന്തൊക്കെ കഥകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. സൂരജിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലുമാണ് ആദർശിന്റെ കമ്പനിയിൽ നിന്നും കാണാതായിരുന്നതെങ്കിൽ ഇത്തരൊരു കഥ ഇറങ്ങുമായിരുന്നെന്ന കാര്യം ഉറപ്പാണ്. ശരിയാ, ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചേനെ. ചിലപ്പോ അല്ല, ഉറപ്പായിട്ട് സംഭവിച്ചേനെ. അങ്ങനെ വന്ന ആദർശം കമ്പനിയും എന്തുമാത്രം നാണക്കേട് അനുഭവിക്കണമായിരുന്നു. അതിന്റെ പിന്നാലെ എത്ര കോടി രൂപ മുടക്കി ഓടി നടക്കേണ്ടി വന്നേനെ. അങ്ങനെയൊക്കെ ചിന്തിച്ചാ ഇപ്പൊ 1 കോടി രൂപ മാത്രം മുടക്കേണ്ടി വരുന്നത് അത്ര വലിയ കാര്യമാണോ? എടോ, താൻ പറയുന്നത് ചിലപ്പോൾ മാത്രം സംഭവിക്കാവുന്ന ഒരു സാധ്യത മാത്രമാ. ഇപ്പൊ കാണാതായത് സൂരജിനെയാ. ആദർശിനെ പോലെ തന്നെ കമ്പനിയിലെ ഈക്വൽ പാർട്ട്ണറാണ് മീരയും, അല്ലേ? ആദർശിന്റെ അതേ ഉത്തരവാദിത്വമാണ് മീരയ്ക്ക് ഇക്കാര്യത്തിലുള്ളത്. പണത്തിന്റെ കാര്യം വന്നപ്പോൾ ആദർശിന് വേണമെങ്കിൽ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. അങ്ങനെ പറഞ്ഞാലും നമുക്കൊന്നും പറയാനോ ആദർശിനെ ചോദ്യം ചെയ്യാനോ നമുക്ക് പറ്റില്ല. പറ്റുമോ? അത് മാത്രമല്ല, ആദർശാണെങ്കിൽ ഇപ്പൊ മീരയായിട്ട് അകൽച്ചയിലുവാ. അത് ശരിയായിരിക്കാം. പക്ഷെ അടുപ്പത്തിലായാലും അകൽച്ചയിലായാലും ഒരാളുടെ ഉത്തരവാദിത്വം ഇല്ലാതാവുന്നില്ലല്ലോ. എന്നാലും മനോജേട്ടൻ പറഞ്ഞതുപോലെ ആദർശിന് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറയായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അത് ആദർശിന്റെ അന്തസ്സോടെയുള്ള പെരുമാറ്റമാണ്. അതെ, എന്തായാലും ആദർശ് പണം കൊടുക്കാന്ന് പറഞ്ഞത് എല്ലാവർക്കും വലിയ ആശ്വാസമായി. ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. അല്ല, ഈ പണമൊക്കെ ആരുടെ കയ്യിലെ കൊടുക്കേണ്ടേ? അവര് സൂരജിന് കുഴപ്പമൊന്നുമില്ലാതെ തിരികെ ഏൽപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ? അവരാകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൂര്യന്റെ മുത്തച്ഛനുമായിട്ടാ. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല.
എല്ലാം നന്നായിട്ട് അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭഗവാനെ കാത്തോളണേ. പറഞ്ഞ പണം മുഴുവനുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഡോക്യുമെന്റ്സ് തന്നാ ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. അതൊക്കെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറോട് എത്തിച്ചോളൂ. അപ്പം സൈൻ ചെയ്ത് കൊടുത്താൽ മതി. എത്രയും പെട്ടെന്ന് പണം അവിടെ എത്തിച്ച് സൂരജിനെ റിലീസ് ചെയ്യാൻ നോക്ക്. സൂരജിന്റെ മുത്തശ്ശൻ വഴിയിൽ കാത്തു നിൽക്കും. അവിടെ ചെല്ലുമ്പോൾ എവിടെയൊക്കെ പോകണ്ടേന്ന് അറിയാമെന്നാ പറഞ്ഞേ. ഓക്കെ. നമ്മൾ ഈ പാടുപെടുന്നതും ഇത്രയും സങ്കടങ്ങൾ സഹിക്കുന്നതും എല്ലാം സൂരജിനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇത്രയധികം പണവും ഹരിയേട്ടനും അച്ഛനും ഒക്കെ ആരുടെ അടുത്തേക്കാ പോകുന്നതെന്നോ എവിടേക്കാ പോകുന്നതെന്നോ ഒന്നും അറിയില്ല. ഇവർക്കൊപ്പം ആദർശ് കൂടി പോയിരുന്നെങ്കിൽ വലിയ സമാധാനമായേനെ. അങ്ങനെ ഒരു കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരിടത്തും ഞാൻ ഏറ്റിരുന്നില്ലല്ലോ. അത് മാത്രമല്ല, സൂരജ് ചെയ്ത എന്തോ കുറ്റത്തിന്റെ പേരിലാണ് അവർ സൂരജിനെ പിടിച്ചു വച്ചിരിക്കുന്നത്. അതിന് ഞാനോ എൻ്റെ കമ്പനിയോ ഉത്തരവാദിയോ അല്ല. പിന്നെ ഞാനെന്തിനാ വെറുതെ റിസ്ക് എടുത്ത് അങ്കിളുടെ കൂടെ പോകുന്നു? ആദർശിന്റെ കടമയായോ ഉത്തരവാദിത്തമായോ ഒന്നും ഞാൻ പറഞ്ഞതല്ല. ഒരു മാനുഷിക പരിഗണനയും സഹായവുമായി മാത്രം ഇതിനെ കണ്ടാ മതി. വേണ്ട ബീനാമേ, ആദർശനെ നിർബന്ധിക്കണ്ട. ഇതൊക്കെ മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളാ. മോനെ, വഴിയിൽ ഒരാള് വയ്യാതെ ദാഹിച്ചു കിടക്കുന്നത് കണ്ട നമ്മൾ അയാൾക്ക് വെള്ളം കൊടുക്കില്ലേ? അതുപോലെ ഞാൻ ഇതിനെ കരുതിയുള്ളൂ. വേണ്ട ബീന, ആദർശനെ നിർബന്ധിക്കണ്ട. നമ്മൾ കരുതുന്ന ബന്ധങ്ങളും അടുപ്പമൊന്നും ആദർശന്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരാളോട് കൂടെ വരണമെന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഹലോ. ആ വന്നു. ആദർശ് കൃത്യസമയത്ത് തന്നെ വന്നു. ആ പണവും തന്നു. ആ ശരി, അവിടെ തന്നെ നിന്നാ മതി. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇല്ല, ആദർശനോട് ചോദിച്ചപ്പോൾ തിരക്കുണ്ടെന്നാ പറഞ്ഞത്. ആ ശരി. സൂരജിനെ മുത്തശ്ശനെ വിളിച്ചതേ, അദ്ദേഹം വഴിയിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്കിലിനി താമസിപ്പിക്കണ്ട, ഇറങ്ങിക്കോ. അങ്കിൾ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഞാനും കൂടെ വരാം. ആ താങ്ക് യു ആദർശ്, നമുക്ക് ഇറങ്ങാം. എന്റെ ഭഗവാനെ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ സൂരജിനെ രക്ഷിക്കണേ. ബീനാമ പേടിക്കാതെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛനും ആദർശേട്ടനും സൂരജിനെ കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ തന്നെയാ ഞാനും കരുതുന്നത്. എന്നാലും അത് സംഭവിക്കുന്നത് വരെ ടെൻഷനാ മോളെ. ഒരു നല്ല കാര്യം സംഭവിക്കാൻ പല തടസ്സങ്ങളും നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സൂരജിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവര് സൂരജിനെ പണം വാങ്ങി വിട്ടു തരുന്നത് വരെ നെഞ്ചില് തീ തന്നെയാ മോളെ. അച്ഛനും ഹരിയേട്ടനും മാത്രം ചെന്നാ അവരെ ഉപദ്രവിക്കോ മറ്റോ ചെയ്താലോ എന്ന് കരുതിയ ഞാൻ ആദർശനോടും കൂടി ചെല്ലാമോ എന്ന് ചോദിച്ചത്. ആദ്യം എതിർത്തെങ്കിലും ഇപ്പൊ ചെല്ലാൻ മനസ്സ് കാണിച്ചല്ലോ. ആദർശിന്റെ മനസ്സ് കല്ലൊന്നും അല്ല മോളെ. ഒടുവിലെല്ലാം കലങ്ങി തെളിയുന്നു തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. സൂരജ് തിരിച്ചെത്തിക്കഴിഞ്ഞാ പിന്നെന്റെ അടുത്ത ലക്ഷ്യം നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാന്നുള്ളതാവും. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഇപ്പൊ ബീനാമ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഒരു കുഴപ്പമില്ലാതെ സൂരജ് തിരിച്ചെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ആദർശം വന്നോ? നന്നായി. അവരെവിടെ നിൽക്കുന്നു പറഞ്ഞോ? ആ കുന്നുംപാറ കോറി എടുത്തുണ്ടാവും എന്നാ പറഞ്ഞത്. എന്നാ ശരി, നമുക്ക് പോയി നോക്കാം. ആ ശരി. വിട്ടോ. ആള് കൂടുതലുണ്ടല്ലോ. പണം റെഡിയായില്ലേ? അതെ, സൂരജ് എവിടെ?